മക്കൾസ് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിന്റെ ഷോർട്ട് വീഡിയോ സീരീസിലെ 7ാമത്തെ പാർട്ട്. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 38ഉം പൊതു വ്യത്യാസം 2ഉമായാൽ എന്താണ് ആദ്യ പദം? യെസ്, the 10th term of an arithmetic sequence is 38 38 and its common difference 2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഫസ്റ്റ് ഇടും? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത് എന്താണെന്നുള്ളത് ആദ്യം എടുത്തെഴുതാം. യെസ്, x10 10ാം പദം x10 is equal to 38 ആണ്. സെറ്റ് ആണല്ലോ. യെസ്, ആൻഡ് കോമൺ ഡിഫറൻസ് d is equal to 2 ആണ്. കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ പദമാണ് മക്കളെ. യെസ്, അപ്പൊ നമുക്ക് 10ാം പദം കയ്യിലുണ്ട്, ഒന്നാമതും കണ്ടുപിടിക്കണം. അപ്പൊ പൊതു വ്യത്യാസം കുറക്കുകയല്ലേ വേണ്ടത്? നമുക്ക് കയ്യിലുള്ളത്, നമുക്ക് തന്നത് ക്വസ്റ്റ്യനിൽ തന്നത് 10ാം പദമാണ്, ഒന്നാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോമൺ ഡിഫറൻസ് കുറച്ച് വരിക. യെസ്, അപ്പൊ x1 ഈക്വൽ ടു ഒന്നാം പദം ഈക്വൽ ടു x10ലേക്ക് കോമൺ ഡിഫറൻസ് കുറക്കണം. എത്ര ഡി കുറച്ചാലാ മക്കളെ ഒന്നിലേക്ക് എത്തുക? 9d മൈനസ് ചെയ്യണം. 9d മൈനസ് ചെയ്യണം. 9d മൈനസ് ചെയ്യണം. സെറ്റ് ആണല്ലോ. യെസ്, അപ്പൊ x10ലേക്ക് എത്ര ഡി കുറക്കണം? 9d. ഇതാ ഈ 10ാം പദം തന്നിട്ടുണ്ട്, ഒന്നാം പദത്തിലേക്ക് എത്താൻ 10ൽ നിന്ന് 1 കുറച്ചാൽ 9d മൈനസ് ചെയ്യണം. സെറ്റ് അല്ലേ? യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. x10 10ാം പദം 38 ആണ്, മൈനസ് 9d. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് ഡി. അപ്പൊ ഡിക്ക് വരെ എന്ത് കൊടുത്തു? 2. അപ്പൊ 9 × 2. സോ 38 മൈനസ് 9 × 2 എത്ര മക്കളെ? 9 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, 18. 38 മൈനസ് 18 ഈക്വൽ ടു 20. അങ്ങനെയാണെങ്കിൽ x1 ആദ്യ പദം എന്ന് പറഞ്ഞാൽ 20 ആണ്, 20 ആണ്. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അടിപൊളിയല്ലേ മക്കളെ? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, നമ്മൾ 7ാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഷോർട്ട് വീഡിയോ സീരീസിലെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക മക്കളെ. അടുത്ത പാർട്ട് വേണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. ബൈ ബൈ.